ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് പോളണ്ടിൽ നേഴ്സിംഗിൻ്റെ കോഴ്സിൽ വരുന്ന ലാബത്തെ ഒരു വ്ളോഗാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. അതായത് നമ്മളെ കയ്യിലൊക്കെ മുറി വന്നാലോ നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ചസോ കാര്യങ്ങളോ അതുപോലെ തന്നെ ആ മുറി എങ്ങനെയൊക്കെ കവർ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് കവർ ചെയ്യാം, ഏത് ഏരിയയിൽ ഒരു മുറി വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റിച്ചും ആ മുറി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് കവർ ചെയ്യാമെന്നുള്ള ഒരു സെക്ഷനാണ് നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാനും ആൽബിനും ഏതും ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാബും കാര്യങ്ങളും ഒരുമിച്ചാണ് വരല്. പിന്നെ നമ്മളെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നൈജീരിയക്കാരും സിംബാബ്വേക്കാരും ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ സാറ് യദൂനി ആൽബിനാണ് വിളിക്കുന്നത്. അതായത് കയ്യിലൊരു മുറി പറ്റിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് കെട്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലായിട്ട് യദൂനി ആൽബിനാണ് വിളിക്കുന്നത്. തൂക്കിയല്ലോ നാഥാന്ന് പറഞ്ഞ മാതിരി ഫസ്റ്റ് തന്നെ എവിടെ പോയാലും മലയാളികൾ ആദ്യം എന്ന് പറഞ്ഞ മാതിരി ഓരാണ് ആദ്യം തൂക്കിയത്. അതായത് സാറിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാറിൻ്റെ ബാക്കിൽ നിന്ന്. അതായത് എങ്ങനെ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ മോഡൽ കാണിക്കുന്നതിൻ്റെ ഇടയിൽ സാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മിഡിൽ ഫിംഗർ ചോദിക്കുന്നുണ്ട്. അതിൽ സാറ് പറയുന്നുണ്ട് ദാറ്റ് വാസ് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് എത്രയും ഫിംഗേഴ്സ് ഉണ്ടായിട്ട് ആ ഫിംഗർ മാത്രം ചൂസ് ചെയ്യാനുള്ള റീസൺ ചോദിച്ചിട്ട് സാറും ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. നമ്മളെ നാട്ടിൽ എങ്ങനെ കൈ ഒടിഞ്ഞ് കെട്ടി കൊടുക്കുക എന്നുള്ളത് നമ്മൾ മലയാളീസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മലയാളീസ് പിന്നെ എവിടെയും വെറുതെ വിടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതും നമ്മളെ ക്രിസ്റ്റിൻ്റെ ഇവനാണ് ക്രിസ്റ്റി, അവന് സിംബാബ്വെ എന്നുള്ള ഫ്രണ്ടാണ്. അപ്പോൾ ഇവനാണ് ഒരു മോഡലായിട്ട് തലയ്ക്ക്, അതായത് തലയ്ക്ക് പരിക്കോ സ്റ്റിച്ചോ മുറി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തല എങ്ങനെ കവർ ചെയ്യാം, മുറി എങ്ങനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കെട്ടാന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. യദുവിനെ തന്നെയാണ് അതിനൊരു ചെയ്തു കൊടുക്കാനുള്ളൊരു മോഡലായിട്ടും ഇത് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ചെസ്റ്റിനോ നമ്മളെ വാരിയിൽ വരുന്ന ഏരിയയിലോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആ മുറി നമ്മൾ എങ്ങനെ കെട്ടാന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അതെ, നീയാണോ? അതെ, ഞാനാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി വൂ സെറ്റ് നഴ്സിംഗ് ഈസ് ഡിഫിക്കൽട്ട്. കാരണം നമ്മളെ ക്ലാസ് അത്രയും കോമഡി ക്ലാസ് ആയിരുന്നു. അങ്ങനെ ചിരിക്കാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ. അപ്പം പീറ്റർ സാറ് പിന്നെ ഡ്രസ്സ് ഊരാ, ബോയ്സിനോട് ഷർട്ട് ഊരാന്ന് പറഞ്ഞാൽ ഷർട്ട് ഊരാ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം നമ്മളെ ആൽബിന് ഏതൊരു നല്ല വൃത്തിക്ക് ഇത് കെട്ടിക്കൊടുത്തു. ഇതിൻ്റെ ബേക്കിൽ സാർ നല്ല സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ കെട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ നമ്മൾ കോൺസെൻട്രേഷൻ എടുത്ത് നമ്മൾ എടുക്കുന്ന പണി ആത്മാർത്ഥമായിട്ട് എടുക്കുള്ളൂ എന്നുള്ള രീതിക്കാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് എടുക്കുന്നത് പാത്തും പതുങ്ങിയൊക്കെയാണ്. കാരണം സാർ എന്ത് പറയും, സാർ എന്ത് ചീത്ത പറയും ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്തിരുന്നു. പക്ഷേ സാറിന് അതൊരു വിഷയമുള്ള കാര്യമില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. 3 കൊല്ലം ഞാൻ ആൽബിന് ചെക്കൻ നല്ല സൂപ്പർ മോഡലാക്കിയിരിക്കുന്നത്. ബിക്കോസ് DHLൻ്റെ ഒരു പ്രൊമോഷനായിട്ട് ഗിഗി ഹദിദ് വരുന്നുണ്ടല്ലോ, അതേപോലെ ന്യൂ വേർഷനാണ് പറഞ്ഞിട്ട് യദുവിനെ ആകെ ചേഞ്ച് ആക്കി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് സുഹൃത്തുക്കൾ നമ്മൾ മെയിൻ താരം വരുന്നത്. ആൽബിൻ്റെ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സിംബാബ്വേയിലുള്ള നൾസിൻ്റെ വീഡിയോ വരുന്നത്. നെൽസനെ ഞാനങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നെൽസൺ സംഭവം ബോഡി ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ നഴ്സിംഗ് ലാബിൻ്റെ വ്ളോഗ് ഇന്നത്തേത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ബായ്.